അഡോബി ഇല്ലുസ്ട്രേറ്ററിനെ പറ്റി ഫുള്ളായിട്ട് പഠിപ്പിക്കുന്ന വീഡിയോ സീരീസിൻ്റെ ഒരു എപ്പിസോഡാണിത്. ഈ സീരീസിൽ വരുന്ന എല്ലാ വീഡിയോസും നമ്മളിവിടെ പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കീബോർഡ് ഷോർട്ട് കട്ട്സ് ആണ്. ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് അറിഞ്ഞിരുന്നുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോൾ ചില ജോബ് ഇൻ്റർവ്യൂസിനൊക്കെ നമ്മൾ ചെയ്ത് നോക്കാൻ പറയുകയാണെങ്കിൽ നമ്മളപ്പോൾ ഈ ഷോർട്ട് കട്ട്സ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ഫാസ്റ്റ് ആണെന്നുള്ള കാര്യം അവർക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഇതിന് ഓരോന്ന് മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തെടുക്കുന്നതിനെക്കാട്ടി നമ്മൾ പെട്ടെന്ന് ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ചൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കാണുമ്പോൾ അതൊരു ഇംപ്രഷൻ കിട്ടാനായിട്ട് ചാൻസ് ഉള്ള കാര്യമാണ്. ആദ്യം തന്നെ നിങ്ങൾക്കറിയായിരിക്കും ഈ ഒരു ഷോർട്ട് കട്ട്, എങ്കിലും ഞാൻ ഇതിൽ പറയുകയാണ്, കാരണം ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഷോർട്ട് കട്ടാണ്. അതുകൊണ്ട് ആദ്യം നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മളൊരു ഷേപ്പ് വരയ്ക്കുന്ന സമയത്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇപ്പം റെക്റ്റാങ്കിൾ ടൂളാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുകയും അതേപോലെ തന്നെ എലിപ്സ് ടൂളാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് സർക്കിൾ ആവുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഓൾട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നിടത്തുനിന്ന് ആയിരിക്കും എക്സ്പാൻഡ് ആയിട്ട് ഇത് വരുന്നത്. അതായത് അതൊരു സെൻറ്റർ പോയിൻ്റായിട്ട് നിൽക്കും. അപ്പോൾ ഓൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്ററിൽ നിന്ന് അതിങ്ങനെ വലുതായിട്ടായിരിക്കും ആ ഷേപ്പ് വരുന്നത്. അടുത്തത് ഇവിടെ ഈ കളേഴ്സിൻ്റെ കാര്യത്തിലാണുള്ളത്. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അതിന് ഞാൻ ആദ്യം ഇവിടെ ഒരു ഫില്ല് ബ്ലാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ സ്ട്രോക്ക് ഞാനൊരു റെഡ് കളർ എടുത്ത് വയ്ക്കുകയാണ്. ഇനി ഞാൻ എക്സ് പ്രസ് ചെയ്യുന്ന സമയത്ത് സെലക്ഷൻ മാറും. അതായത് ഇപ്പോൾ ഫില്ലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഞാൻ എക്സ് പ്രസ് ചെയ്യുകയാണെങ്കിൽ സെലക്ഷൻ മാറി സ്ട്രോക്കിലോട്ട് മാറും. ഒന്നുകൂടെ കാണിച്ചു തരാം. എക്സ് പ്രസ് ചെയ്യുന്നു, സെലക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. കണ്ടില്ലേ? ഇനി നമുക്ക് ഈ കളേഴ്സ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യണം. അതായത് ഈ ഒരു ബട്ടൻ്റെ ഒരു യൂസാണ് വേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് ഷിഫ്റ്റ് എക്സ് കൊടുക്കുക. അപ്പോൾ കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ആയി. ഒന്നുകൂടെ നോക്കിയോ, ഷിഫ്റ്റ് എക്സ്. ഇനി നമുക്കിത് ആദ്യം ഉള്ള പോലെ ഡിഫോൾട്ടായിട്ട് കുറച്ച് കളേഴ്സ് വരുന്നുണ്ട്. അതിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഡി പ്രസ് ചെയ്താൽ മതി. ഡിഫോൾട്ടായിട്ട് വരുന്ന കളറിലോട്ട് മാറും. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് ഡിഫോൾട്ടായിട്ടുള്ളൊരു കളറിലോട്ട് പെട്ടെന്ന് മാറ്റണമെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് ഡി പ്രസ് ചെയ്യാം. അതേപോലെ ഈ ഒരു ഇത് നമുക്ക് ഇതിൻ്റെ ഫില്ല് ബ്ലാക്കും അതേപോലെ സ്ട്രോക്ക് നണ്ണുമാണ് നടക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് എക്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിയും. അതേപോലെ നമുക്ക് വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തിരിയും. ഇനി നമുക്കിവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഫില്ലാണ് എടുത്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ഒരു കളറ്, ഗ്രേഡിയൻറ്റ്, നണ്ണ്. അതേപോലെ സ്ട്രോക്കിലും ഉണ്ട്, സ്ട്രോക്കിൻ്റെ കളറ്, ഗ്രേഡിയൻറ്റ്, നണ്ണ്. ഇപ്പോൾ ഞാൻ ഫില്ലെടുക്കുകയാണ്. ഫില്ലെടുത്തിട്ട് ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. എന്നിട്ട് നമ്മുടെ കീബോർഡിൽ ഇപ്പോൾ ഈ കാണുന്ന 3 കീസ് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, അതേപോലെ സ്ലാഷ് വരുന്ന ഒരു കീയും അടുപ്പിച്ച് കാണും. ഞാൻ എൻ്റെ പടവും കൂടെ ഇവിടെ കൊടുക്കാം. അപ്പോൾ അത് 3 ഈ 3 ബട്ടൺസിൻ്റെ ഷോർട്ട് കട്ട്. ഇവിടെ ഞാൻ ഇപ്പോൾ ഈ ഒരു സർക്കിൾ എടുത്തിട്ടുണ്ട്. ഈ സർക്കിൾ എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ ഈ കിടക്കുന്നത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ 3 കീസ് ഇത് 3 കിടക്കും പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ കീ പ്രസ് ചെയ്യണം. അതായത് ലെസ് ദാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന കളർ ഫില്ലാവും. അപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ഗ്രേറ്റർ ദാൻ വരുന്നത്. അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രേഡിയൻറ്റ് വരും. അതുപോലെ ഈ ബോക്സ് ഓപ്പൺ ആയിട്ടും വരും. ആ സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ തൊട്ടടുത്തുള്ളത് ആണ് നണ്ണ് എന്നുള്ളത്. അപ്പോൾ സ്ലാഷ് കിടക്കുന്നത്. അപ്പോൾ സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫില്ല് പോവും. അതേപോലെ നമുക്ക് തിരിച്ച് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഈ സ്ട്രോക്കിലോട്ട് സെലക്ഷൻ മാറ്റാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? എക്സ് പ്രസ് ചെയ്യണം. എക്സ് പ്രസ് ചെയ്തിട്ട് നമുക്കിതിൽ ഓരോന്നും അതേപോലെ ചെയ്യാൻ പറ്റും. ഗ്രേഡിയൻറ്റിനാണെങ്കിൽ നമ്മൾ സൂം ചെയ്യാം. ഗ്രേഡിയൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രേറ്റർ ദാൻ. കണ്ടില്ലേ? ഗ്രേഡിയൻ്റ് ഒന്ന്. അതേപോലെ നണ്ണാണെങ്കിൽ എന്ത് ചെയ്യണം? സ്ലാഷ്. സ്ട്രോക്കിൻ്റെ കളറാണെങ്കിൽ ലെസ് ദാൻ. ഇനി നമ്മൾ സെലക്ഷൻ ടൂളിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കീബോർഡിൽ വി ആണ്. വി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ ടൂൾ വരും.
നമ്മളെപ്പോഴും ഇങ്ങനെ പോയി സെലക്ഷൻ ടൂൾ എടുക്കേണ്ടി വരില്ല. നമ്മൾ ഏത് ടൂളിലാണോ നിൽക്കുന്നത്, ഇപ്പോൾ ബ്രഷ് ടൂളിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്ന് വി അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൂവ് ടൂൾ എടുക്കാൻ പറ്റും. അതേപോലെ ഡയറക്റ്റ് സെലക്ഷൻ ടൂളാണ് ഈ കിടക്കുന്ന ടൂള്. അപ്പോൾ ഡയറക്റ്റ് സെലക്ഷൻ ടൂളിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എ ആണ്. എ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഇനി ഞാൻ ഒരു ബോക്സ് വരയ്ക്കാം ഇവിടെ. ഇത് വരച്ചിട്ട് എനിക്ക് ഇതിനെ ഇങ്ങനെ ഞാൻ കറക്റ്റ് ചെയ്ത് ജോയിൻ ചെയ്യാൻ ഈ ഒരു ലൈനിൽ തന്നെ തട്ടിച്ച് വെക്കണമെന്ന് വെച്ചോ. സ്മാർട്ട് ഗൈഡ്സ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. ചില കേസിൽ നമുക്കത് എക്സാക്റ്റ് നമ്മളെടുത്ത് വെക്കേണ്ടി വരും നോക്കി. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഇതിനൊരു ഔട്ട്ലൈനായിട്ട് മാത്രം കാണാനായിട്ട് നമുക്കൊരു ഔട്ട്ലൈൻ മോഡുണ്ട്. അതിലോട്ട് പോകാനായിട്ട് Ctrl+Y കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്ലൈൻ മോഡ് കിട്ടും. അതിൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഒരു ലൈനായിട്ട് മാത്രം കിട്ടും. അതിൽ നമുക്ക് കറക്റ്റ് ഇത് എടുത്ത് വയ്ക്കാനായിട്ട് പറ്റും. നമുക്ക് എത്ര സൂം ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. അത് മാറാനായിട്ട് വീണ്ടും Ctrl+Y തന്നെ പ്രസ് ചെയ്താൽ മതി. ഇനി വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് വരയ്ക്കുകയാണ്. എന്നിട്ട് നമ്മളിതിനെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സെലക്ട് ചെയ്ത് വെച്ചിരിക്കുമ്പം നമുക്ക് ചില സമയത്ത് ഈ ഒരു പോയിൻ്റുകൾ, ഈ ലൈനൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് വരും. അപ്പോൾ ആ സമയത്ത് ഈ ഒരു സെലക്ഷനെ നമുക്ക് ഹൈഡ് ചെയ്യണം. അതിന് നമ്മൾ ചെയ്യുന്നത് Ctrl+H ആണ്. കണ്ടില്ലേ? അപ്പോൾ ആ ഒരു സെലക്ഷൻ ഹൈഡായി. പക്ഷേ ഇത് സെലക്റ്റഡായി തന്നെയാണ് കിടക്കുന്നത്. നമുക്കിവിടെ ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുത്തു നോക്കാം. അപ്പോൾ അറിയാൻ പറ്റും. കണ്ടില്ലേ? അത് സെലക്റ്റഡ് ആയിട്ട് തന്നെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതിന് ആ സെലക്ഷൻ തിരിച്ച് വരാനായിട്ട് Ctrl+H ഒന്നുകൂടെ കൊടുത്താൽ മതി. ആ സെലക്ഷൻ്റെ ഇത് വീണ്ടും കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ കളറൊന്ന് മാറ്റി ഈ കളർ കൊടുക്കാം. ഇതിനെ ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചു. ഇനി നമുക്ക് ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറേഞ്ച്, ബ്രിങ് ടു ഫ്രണ്ട്, ബ്രിങ് ഫോർവേഡും ഉണ്ട്. അപ്പോൾ ബ്രിങ് ടു ഫ്രണ്ട് ചെയ്യാനായിട്ട് നമ്മൾ Ctrl+Shift+right² കൊടുക്കുക. അതേപോലെ സെൻഡ് ടു ബാക്ക്, ഏറ്റവും ബാക്കിൽ കൊണ്ടുവരാൻ. ഇതിപ്പോൾ ബ്രിങ് ടു ഫ്രണ്ട് ആയിരുന്നു, ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടുവരാൻ സെൻഡ് ടു ബാക്ക് കൊടുക്കാനായിട്ട് Ctrl+Shift+left². അതേപോലെ ഓരോ ഇതായിട്ടും ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അതിന് നമ്മളിവിടെ കാണുന്ന ഈ ഓപ്ഷനാണ്. അതായത് ബ്രിങ് ഫോർവേഡ്, സെൻഡ് ബാക്ക്വേഡ്, അതായത് ഒറ്റ ഇതായിട്ടായിരിക്കും. ആ ഓപ്ഷനാണെങ്കിൽ ജസ്റ്റ് കൺട്രോൾ മാത്രം, ഷിഫ്റ്റ് പ്രസ് ചെയ്യേണ്ട, കൺട്രോൾ മാത്രം പ്രസ് ചെയ്ത് right² ആണെങ്കിൽ ഫ്രണ്ടിലോട്ടും, ലെഫ്റ്റ് ആണെങ്കിൽ ബാക്കിലോട്ടും. ഇതിപ്പോൾ രണ്ടും ഒരുപോലെ വർക്ക് ചെയ്തതിൻ്റെ കാര്യം ഇത് രണ്ട് ഒബ്ജക്റ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒറ്റ ഇത് കൊടുത്താൽ തന്നെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ വരും, ഇല്ലെങ്കിൽ ബാക്കിൽ തന്നെ പോകും. നമ്മളിവിടെയാണ് ഫോണ്ട് സൈസ് കൂട്ടുന്നത്. ഫോണ്ട് സൈസ് കൂട്ടാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് അപ്പ് ആരോ അടിച്ചു കഴിഞ്ഞാൽ ഓരോ പോയിൻ്റായിട്ട് ഫോണ്ട് കൂടും. അതേപോലെ ഡൗൺ ആരോ അടിച്ചു കഴിഞ്ഞാൽ ഓരോ പോയിൻ്റായിട്ട് ഫോണ്ട് കുറയും. ഇതിൻ്റെ കൂടെ നമ്മൾ ഷിഫ്റ്റും കൂടെ പ്രസ് ചെയ്ത് അപ്പ് ആരോ അടിച്ചു കഴിഞ്ഞാൽ 10 പോയിൻ്റ് വെച്ച് കൂടും. അതേപോലെ ഡൗൺ ആരോ അടിച്ചു കഴിഞ്ഞാൽ 10 പോയിൻ്റ് വെച്ച് കുറയും, ഷിഫ്റ്റും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ. ഇനി ഇവിടെ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് നമ്മൾ അപ്പ് ആരോ ഡൗൺ ആരോ അടിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ആരോ കീസ് ഉപയോഗിച്ച് നമുക്ക് മൂവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരോ കീസ് ഉപയോഗിച്ച് മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ടോപ്പിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വൈ ആക്സിസിലായിരിക്കും വരുന്നത്. അപ്പം അപ്പ് ആരോ അടിക്കുകയാണ്, അപ്പോൾ 1 പോയിൻ്റ് വെച്ചാണ് അതിൽ വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ഞാൻ ഷിഫ്റ്റൂടെ പ്രസ് ചെയ്താണ് അപ്പ് ആരോ അടിക്കുന്നതെങ്കിൽ 10 പോയിൻറ്റ്സ് വെച്ചായിരിക്കും അതിൽ വ്യത്യാസം വരുന്നത്. അതുപോലെ ഡൗൺ ആരോ അടിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് വ്യത്യാസം വരും. പിന്നെ നമുക്ക് ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറഞ്ഞൊരു സംഭവം അറിയാമല്ലോ. ഇത് ഇത്രയും സെലക്ട് ചെയ്ത് കഴിഞ്ഞ് റൈറ്റ് ക്ലിക്ക് ചെയ്ത്, അതായത് 2 ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് മേക്ക് ക്ലിപ്പിംഗ് മാസ്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഒബ്ജക്റ്റിൻ്റെ സൈസിലോട്ട് മാറും ബാക്കിലിരിക്കുന്ന ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ അതിനുള്ളിൽ ആവും ആ ഒബ്ജക്റ്റ്. ഞാൻ Ctrl+Z കൊടുക്കാം. അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+7 ആണ്. പിന്നെ ഒരു ഒബ്ജക്റ്റ് ലോക്ക് ചെയ്യാനായിട്ട് അതിനെ സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+2 കൊടുക്കുക. അപ്പോൾ അത് ലോക്കാവും. ഇനി അതിനെ അൺലോക്ക് ചെയ്യാൻ, എല്ലാം കൂടെ അൺലോക്ക് ചെയ്യാനായിട്ട് Ctrl+Alt+2 കൊടുക്കുക. അപ്പോൾ എല്ലാം അൺലോക്ക് ആവും. പിന്നെ നമുക്കിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ വെള്ള കളറാണ് കിടക്കുന്നത്. അവിടെ നമ്മളിപ്പോൾ ഒരു ഷേപ്പ് വല്ലതും കൊടുത്തിട്ടുണ്ടോ നമുക്ക് പെട്ടെന്ന് നോക്കണം. അതേപോലെ നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് ഒരു ട്രാൻസ്പെറൻസി മോഡ് കാണാം. അതേപോലെ ഇതിലും ട്രാൻസ്പെറൻസി മോഡിലോട്ട് പോകാനായിട്ട് Ctrl+Shift+D കൊടുത്താൽ മതി. വീണ്ടും അത് തന്നെ കൊടുത്താൽ Ctrl+Shift+D കൊടുത്തു കഴിഞ്ഞാൽ പഴയ പോലെ ആവും. ഇനി വേറൊരു സംഭവം കാണിച്ചു തരാം. ഞാൻ ഇവിടെ 2 ഷേപ്പുകൾ വരച്ചിട്ടുണ്ട്. ഞാൻ ഇത് വലുതാക്കി. ഇനി ഞാൻ ഇതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചൊരു 50 ആക്കുകയാണ്.
എനിക്കിപ്പോൾ ഇതിന് അടിയിലുള്ള ഈ ഒരു സർക്കിളിനെ സെലക്ട് ചെയ്യണം. നമ്മൾ വെറുതെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ മുകളിലുള്ളത് മാത്രമേ സെലക്ട് ആവുള്ളൂ. ഇനി നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആ ഐക്കൺ തന്നെ മാറിയതായിട്ട് കാണാൻ പറ്റും. ഇനി കൺട്രോൾ റിലീസ് ചെയ്യരുത്. റിലീസ് ചെയ്യാതെ തന്നെ ഇതിനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡ്രാഗ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് അടിയിലാണ്, പക്ഷേ നമുക്കിതിനെ മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഷോർട്ട് കട്ടുകളെല്ലാം നമ്മളൊരു PDF ആക്കി നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ അസൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. അവിടെ നിന്ന് ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഷോർട്ട് കട്ട്സ് ഒക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഉപയോഗമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.